ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിജയ അണ്ണൻ ഉപേക്ഷിച്ച സിനിമകൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി യോഹാൻ അധ്യായം 1. താൻ സംവിധാനം ചെയ്ത സിനിമകൾ കാരണം സ്വന്തമായി തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഗൗതം വാസുദേവ് മേനോൻ വിജയനായകനാക്കി പ്രഖ്യാപിച്ച ചിത്രമാണ് യോഹാൻ അധ്യായം 1 എന്ന് പറയുന്നത്. ഇത് 2012-ലാണ് ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വിജയെ തന്നെ ഗൗതം മേനോൻ മനസ്സിൽ കാണുകയും വിജയ്ക്ക് സ്ക്രിപ്റ്റ് മുഴുവനായി വായിക്കാൻ നൽകുകയും ചെയ്തു. GVM കഥ പറഞ്ഞപ്പോൾ തന്നെ വിജയ്ക്ക് വളരെയധികം വൺ ലൈൻ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. വിദേശത്ത് ധാരാളം ലൊക്കേഷനുകളുള്ള ചിത്രമായതിനാൽ GVM ഉടൻ തന്നെ ചിത്രത്തിന് വേണ്ടിയുള്ള ലൊക്കേഷനുകളെല്ലാം തീർച്ചപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് വിജയ് മുഴുവനായി സ്ക്രിപ്റ്റ് വായിച്ചു തീർക്കുകയും പിന്നീട് ഗൗതം മേനോനെ വിളിച്ച് ഈ ചിത്രം ഉപേക്ഷിക്കാമെന്ന് പറയുകയും ചെയ്യുന്നത്. ഇതിന്റെ കാരണമായി പറയുന്നത് ഇതൊരു വിദേശ സ്പൈ ആക്ഷൻ ചിത്രമാണ്. ഒരു വിമാനാപകടം ഉണ്ടാവുകയും അതിലൂടെ തന്റെ കാമുകി മരണപ്പെടുകയും അതിന്റെ കാരണം അന്വേഷിക്കാൻ പോകുന്ന ഒരു നായകനുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രധാന തീം എന്ന് പറയുന്നത്. വിജയ്ക്ക് കഥ ഇഷ്ടമായെങ്കിലും ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ഡയലോഗുകളും ഇംഗ്ലീഷിലുള്ളതും അതുപോലെ ധാരാളം വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാസ്റ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമിഴ് ഓഡിയൻസിന് വർക്കാവില്ല എന്ന് വിജയ്ക്ക് തോന്നി. അതിനാൽ ഈ ചിത്രം നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. ചിത്രം തുടങ്ങാനിരുന്നതിന്റെ ഒരു 10 ദിവസം മുൻപോ മറ്റാണ് ചിത്രം ഉപേക്ഷിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഗൗതം മേനോൻ ഇതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം എന്റെ സിനിമകൾ അധികം കണ്ടിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എങ്ങനെയാണ് സിനിമ മേക്ക് ചെയ്യുന്നത് എന്നൊരു ധാരണ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അദ്ദേഹം സിനിമ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞത് എന്നാണ് ഗൗതം മേനോൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്നാൽ ഇതിനു പകരം തന്റെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് അറിയിക്കാമെന്നാണ് വിജയ് പറഞ്ഞത്. ഇതെല്ലാം ഗൗതം മേനോൻ തന്നെ പല ഇന്റർവ്യൂകളിലായി പറഞ്ഞ കാര്യമാണ്. അടുത്ത ചിത്രം ഡൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിജയിയെ ഒരു സൂപ്പർ താരമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവച്ചൊരു മൂവിയാണ് ഗില്ലി എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ടറാണ് ധരണി എന്നത്. എന്നാൽ ഗില്ലിക്കൊക്കെ മുമ്പ് ധരണി വിജയിയെ വെച്ച് പ്ലാൻ ചെയ്ത ഒരു മൂവിയായിരുന്നു ഡൂൾ എന്ന് പറയുന്നത്. അതായത് 2001-2002 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ആ സമയത്ത് വിജയ് ഭഗവതി മൂവി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഭഗവതി ഒരു ആക്ഷൻ മൂവിയാണ്. അതുകൊണ്ട് തന്നെ വിജയ് അടുത്തതായി ഒരു റൊമാൻറ്റിക് മൂവി ചെയ്യാൻ വേണ്ടിയുള്ള കഥ തിരയുകയായിരുന്നു. ആ സമയത്താണ് ധരണി ഡൂളിന്റെ സ്ക്രിപ്റ്റുമായി വിജയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. വിജയ് മുഴുവൻ കഥ വായിച്ചു നോക്കുകയും കഥ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തു. അതുകൂടാതെ താനിപ്പോൾ ഒരു ആക്ഷൻ പടം ചെയ്തു കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് അടുത്തതായി ഞാൻ തിരയുന്നത് ഒരു റൊമാൻറ്റിക് മൂവിയാണെന്ന് കൂടി പറയുകയും ചെയ്തു. അങ്ങനെയാണ് വിജയ് അതിൽ നിന്നും ഒഴിവായത്. ആ സമയത്ത് ധരണി എന്ന് പറയുന്നത് വെറും 2 സിനിമകൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള, അതിൽ ഒരു സിനിമ മാത്രം വിജയിച്ച ഒരു സംവിധായകൻ മാത്രമാണ്. പിന്നീട് അദ്ദേഹം വിക്രത്തിനെ കാസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് നടന്നത് ഒരു ചരിത്രം തന്നെയാണ്. ഡൂളിന് പകരം വിജയ് പോയി ചെയ്ത മൂവിയാണ് വസീകര എന്ന് പറയുന്നത്. ഈ ഡൂളും വസീകരയും അതുപോലെ കമൽഹാസന്റെ അൻപേ ശിവവും എല്ലാം 2003 ജനുവരിയിൽ പൊങ്കൽ റിലീസായിരുന്നു. എന്നാൽ വസീകരയ്ക്കും അൻപേ ശിവത്തിനും ഡൂളിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഡൂൾ അത്രയും അധികം ഒരു മാസീവ് ഹിറ്റായി തമിഴ്നാട്ടിൽ മാറുകയായിരുന്നു. പിന്നീട് വിജയ് ഡൂൾ കാണുകയും അപ്പോൾ കണ്ട സമയത്ത് ഇത് തന്നോട് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ല, ഇതിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വിജയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് ധരണിയെ വിളിച്ച് അതിന്റെ കാരണം ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ധരണി പറഞ്ഞത് സാറിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കഥയിൽ ധാരാളം റീവർക്കുകൾ ചെയ്തു, അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഡൂളിലേക്ക് എത്തിയത് എന്നാണ്. പിന്നീടാണ് ധരണി വിജയെ വെച്ച് ഗില്ലി എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ടാക്കിയത്. അതും വേറൊരു ചരിത്രമായിരുന്നല്ലോ. വിജയെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയ ഒരു മൂവി തന്നെയാണ് ഗില്ലി എന്ന് നിസ്സംശയം വേണമെങ്കിൽ പറയാം. എങ്കിലും ഡൂളും വിജയ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളി ആവുമായിരുന്നു. ഡൂള് വിജയ് ചെയ്തിരുന്നെങ്കിലും അടിപൊളി തന്നെ ആവുമായിരുന്നു. പക്ഷേ വിക്രം അതിഗംഭീരമായി തന്നെ ആ റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ണന് ഗില്ലി കിട്ടിയല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അടുത്ത മൂവി കാക്ക. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഗൗതം മേനോൻ സൂര്യ നായകനാക്കി ചെയ്ത കാക്ക എന്ന മൂവി ആദ്യം എത്തിയത് വിജയുടെ കൈകളിലേക്കാണ്. സൂര്യ ഒരു സൂപ്പർ താരമാക്കി മാറ്റിയ ഒരു മൂവി കൂടിയാണ് കാക്ക എന്ന് പറയുന്നത്. വിജയ് എന്ന് പറയുന്നത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മാത്രം ഓക്കെ പറയുന്ന ഒരു നടനാണ്. എന്നാൽ ഗൗതം മേനോൻ കാക്കയുടെ സ്ക്രിപ്റ്റ് ഒരു 80% മാത്രമേ കംപ്ലീറ്റ് ആക്കിയിരുന്നുള്ളൂ. ബാക്കി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ പിന്നീട് വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ 80% കംപ്ലീറ്റ് ആയ ഒരു സ്ക്രിപ്റ്റുമായുമാണ് GVM വിജയെ കാണാൻ എത്തുന്നത്. എന്നാൽ 80% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നറിഞ്ഞതും വിജയ് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് ഗൗതം മേനോൻ സൂര്യയുടെ നന്ദ എന്ന പടം കാണുവാനിടയായത്. അത് കണ്ടപ്പോൾ കാക്കയിലെ തന്റെ കഥാപാത്രത്തിന് യോജിച്ച ഒരു കാസ്റ്റ് തന്നെയാണ് സൂര്യ എന്ന് തോന്നുകയും സൂര്യയെ കണ്ട് കഥ പറയുകയും പിന്നീട് പടം ഓണാവുകയും ചെയ്തു. പിന്നീട് നടന്നത് അറിയാലോ. കാക്ക വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. അടുത്ത മൂവി മുതൽവൻ. ലെജൻഡറി സംവിധായകൻ ശങ്കറിന്റെ സംവിധാനത്തിൽ വന്ന മൂവിയാണ് മുതൽവൻ എന്ന് പറയുന്നത്. അർജുൻ നായകനായി വന്ന മൂവി കൂടിയാണിത്. ഇതിലെ കഥ എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റ് ഒരു ദിവസം മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഒരു സാധാരണക്കാരൻ ഒറ്റ ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആയാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, അത്തരത്തിലുള്ളൊരു ത്രില്ലിംഗ് സ്റ്റോറി പറഞ്ഞൊരു മൂവിയാണ് മുതൽവൻ എന്ന് പറയുന്നത്. പലർക്കും ഇഷ്ടമുള്ളൊരു മൂവി കൂടിയാണ്. എനിക്കും പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ളൊരു മൂവി കൂടിയാണ് മുതൽവൻ എന്ന് പറയുന്നത്. ഇത് ആദ്യം ശങ്കർ എഴുതിയത് രജനീകാന്തിന് വേണ്ടിയിട്ടായിരുന്നു.
എന്നാൽ ആ സമയത്ത് രജനീകാന്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരണോ വരണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു റൂമേഴ്സ് ഒക്കെ കടന്ന് കളിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ റോളിലേക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് വിജയിലേക്ക് പോകുന്നത്. ആ സമയത്ത് വിജയുടെ സ്ക്രിപ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിരുന്നത് എസ് എ ചന്ദ്രശേഖരൻ എന്ന വിജയുടെ അച്ഛനാണ്. ശങ്കർ തന്റെ അസോസിയേറ്റ് ഡയറക്ടറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഏൽപ്പിക്കുകയും ചന്ദ്രശേഖരനെ പോയി കാണുകയും ചെയ്തു. എന്നാൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടാവുകയും അങ്ങനെ ആ സിനിമ വിജയ് ചെയ്യില്ല എന്ന് ചന്ദ്രശേഖർ അറിയിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് വന്ന ഇന്റർവ്യൂകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചിത്രം അങ്ങനെ വിജയുടെ കയ്യിൽ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് ശങ്കർ തന്റെ ആദ്യ ചിത്രത്തിലെ നായകനായ അർജുനെ സമീപിക്കുകയും 1999 മുതൽവൻ പുറത്തിറക്കുകയും ചെയ്തു. അത് വളരെ വലിയൊരു ഹിറ്റായി മാറുകയായിരുന്നു. പിന്നീട് എസ് എ ചന്ദ്രശേഖരനും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന രീതിയിൽ അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അടുത്ത മൂവി സണ്ടക്കോഴി. വിശാലിന്റെ കരിയറിലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിട്ടുള്ള ഒരു മൂവിയാണ് 2005 പുറത്തിറങ്ങിയ സണ്ടക്കോഴി എന്ന് പറയുന്നത്. ഇതിൽ മലയാളത്തിൽ നിന്നും മീര ജാസ്മിനും ലാൽ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. ലാലായിരുന്നു ഇതിലെ വില്ലനായിട്ടൊക്കെ വന്നിരുന്നത്. ലിംഗസ്വാമിയാണ് ഇതിന്റെ സംവിധായകനായി വന്നിരുന്നത്. ഇത് ആദ്യം ലിംഗസ്വാമി കൊണ്ടുപോയത് വിജയുടെ അടുത്തേക്കാണ്. എന്നാൽ ഇന്റർവെൽ പോർഷൻ ആയപ്പോൾ തന്നെ വിജയ്ക്ക് കഥ മടക്കുകയും ഇതിൽ നായകനേക്കാൾ പ്രാധാന്യം അച്ഛനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല എന്ന് വിജയ് സംവിധായകനെ അറിയിക്കുകയുമായിരുന്നു. പിന്നീടാണ് അത് വിശാലിലേക്ക് എത്തുന്നത്. വിശാൽ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുക തന്നെ ചെയ്തു. പിന്നീട് വിജയ് സിനിമ കാണുകയും പിന്നെ ഒരു പാർട്ടിയിലൊക്കെ വെച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ അണ്ണൻ വിജയ് ഉപേക്ഷിച്ച സിനിമകൾ എന്ന് പറയുന്നത്. വേറെയും സിനിമകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേറെ വിജയ് ഉപേക്ഷിച്ച സിനിമകളെ കുറിച്ച് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.